ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് പൈസ ചോദിച്ച കേന്ദ്രം 132 കോടി രൂപ നൽകണമെന്നാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019 മുതൽ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ബിൽ. ഇതിൽ വയനാട് രക്ഷാപ്രവർത്തനവും ഉൾപ്പെടും. പണം ചോദിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തുവന്നു. വയനാട് ദുരന്തത്തിൽ സഹായം പ്രഖ്യാപിക്കാത്തതിലും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ കത്തുകൂടി പുറത്തുവന്നത്. വീണ്ടും കേരളത്തിനെതിരെ കേന്ദ്രത്തിന്റെ നിലപാട്. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും പൈസ ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രം. പ്രളയ സമയത്തും ആ തരത്തിലുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനും കേന്ദ്രം കേരളത്തിനോട് കണക്ക് ചോദിച്ചിരിക്കുന്നു. 132 കോടി രൂപ നൽകണമെന്ന് കൂടിയാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019 തൊട്ട് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക്, അതായത് പ്രളയത്തിനു ശേഷമുണ്ടായ വർഷങ്ങളിലെ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ സംഭവിച്ച വയനാട് ദുരന്തത്തിനു ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പണം ചോദിച്ച് ഈ കഴിഞ്ഞ മാസം ഒക്ടോബറിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കത്ത് കേന്ദ്രം അയച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ സഹായം പ്രഖ്യാപിക്കാത്തതിലും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനുമെല്ലാം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് കേന്ദ്രം ഈ കണക്ക് കൂടി, അതായത് കേരളത്തിന് അർഹതയുള്ള ആവശ്യമുള്ള സഹായം തരുന്നതിലുള്ള വൈമുഖ്യം വ്യക്തമാക്കുന്ന കേന്ദ്രം രക്ഷാപ്രവർത്തനം നടത്തിയതിലുള്ള പണം തിരികെ ചോദിച്ചുകൊണ്ടുള്ള കത്തുകൂടി കേരളത്തിന് അയച്ചിരിക്കുന്നത്. ഏതായാലും LDFന്റെ ഭാഗത്തുനിന്നും UDFന്റെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ വിഷയത്തിൽ ഉണ്ടാകുന്നതിൽ തർക്കമില്ല. വയനാട് വിഷയത്തിൽ തന്നെ കേന്ദ്രം കാണിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധങ്ങളിലേക്ക് കടന്നതാണ് ഇരു രാഷ്ട്രീയ മുന്നണികളും. സ്വാഭാവികമായിട്ടും ഈ വിഷയം അതീവ ഗൗരവകരമായിട്ട് തന്നെയായിരിക്കും കേരളത്തിലെ ഈ രണ്ട് മുന്നണികളും കണക്കിലെടുക്കുക. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാർ വൃത്തകളുടെ ഭാഗത്തുനിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന്, ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയരും എന്നതിൽ തർക്കമില്ല.